ഇത്തരത്തിലുള്ളൊരു ശീലം വളർത്തിക്കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും. നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ ഒരുപാട് കേട്ട് തഴമ്പിച്ചിട്ടുള്ള നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ശീലമാണ്. അതായത് സമയത്തിന് മുമ്പേ ഓരോ കാര്യങ്ങളും ചെയ്ത് ശീലിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഫസ്റ്റ് ബെൽ അടിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പേ ക്ലാസ്സിലുണ്ടായിരിക്കണം. ഓപ്പറേഷന് അരമണിക്കൂർ മുമ്പേ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കണം. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ എയർപോർട്ടിൽ വന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അങ്ങനെ പലതരത്തിൽ സമയത്തിന് മുമ്പേ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇതിനൊരു വചന അടിസ്ഥാനം കൂടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കാം, ചിലർക്ക് അറിയില്ലായിരിക്കാം. അപ്പോൾ അതിനെപ്പറ്റിയാണ് പ്രത്യേകമായിട്ട് പറയാൻ പോകുന്നത്. ഈ ഒരു ശീലം നമ്മൾ പാലിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഉണ്ടാകുന്ന പലതരത്തിലുള്ള നേട്ടങ്ങളെ പറ്റിയും അതിലൂടെ ഈശോ തരുന്ന പ്രതിഫലത്തെ പറ്റിയും ഞാൻ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വചനം ഇതാണ്. പ്രഭാഷകൻ 51 അധ്യായം 30 വാക്യം. വചനത്തിലേക്ക് നമുക്ക് പിന്നെ കിടക്കാം. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സെമിനാരി വന്നിട്ട് +2 കഴിഞ്ഞ് സെമിനാരി വന്ന് ബ്രദേഴ്സായിട്ടൊരു മീറ്റിംഗ് കൂടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബിനോയ് കരുമരുത്തിങ്കലച്ഛൻ ചില നിർദ്ദേശങ്ങൾ തരുമായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾ ഓരോരുത്തരും അതായത് ഇപ്പോൾ വട്ടാലിശിനും ബിനോഷിനും അങ്ങനെ ഓരോരുത്തരും ഈശോയോടുള്ള ഒരു സ്നേഹത്തെ പ്രതി കൂടുതൽ തീക്ഷ്ണതയോടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ തിടുക്കത്തിൽ ചെയ്തു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നാറുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു കാരണം പോലെ അച്ഛൻ ഇങ്ങനെ പറയാണ്, ഈശോയോടുള്ള ഒരു സ്നേഹത്തെ പ്രതിയും അതുപോലെ തന്നെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് പോകുമ്പോഴും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു തിടുക്കം വരും. ഇപ്പോൾ പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുമ്പോൾ തിടുക്കത്തിൽ യാത്രയായെന്നാണ് പറയുന്നത്. ഇപ്പോൾ പെസഹാപ്പം തിടുക്കത്തിൽ ഭക്ഷിച്ചുകൊണ്ട് ആ ഒരു പുറപ്പാടിലേക്ക് അവർ മുന്നേറുന്നത്. അപ്പോൾ അങ്ങനെ പല ദൈവിക കാര്യങ്ങളും ചെയ്യുമ്പോഴും ആ ഒരു തിടുക്കം വരുന്നത്. ദൈവിക കാര്യങ്ങളെന്ന് മാത്രമല്ല, ഈശോയുടെ ഹിതപ്രകാരം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുമ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തിടുക്കം അല്ലെങ്കിൽ ഒരു പുഷ്, അത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. സമയത്തിന് മുമ്പേ ചെയ്യാനായിട്ട് നമുക്കുള്ള ഒരു കൃപ ഈശോ തരും. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് അച്ഛൻ പറഞ്ഞത്, അങ്ങനെ പോകുന്നത് സമയത്തിന് മുമ്പേ ജോലികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് വേഗം എത്തിച്ചേരണം. ആ ഒരു ഇപ്പോൾ പൗലോസിലേക്ക് പറയണ പോലെ, ഞാൻ ഭൂമിയിലായിരിക്കുന്നത് ഇവിടെ നിങ്ങളോട് കൂടി ആയിരിക്കുന്നത് എനിക്ക് സന്തോഷമാണ്, പക്ഷേ അതിനേക്കാൾ എനിക്കിഷ്ടം മരിച്ച് ദൈവത്തോടു കൂടി ആയിരിക്കാനാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ജോലികളെല്ലാം പൂർത്തിയാക്കി ഈശോയുടെ അടുക്കൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പറയുകയുണ്ടായി. ഇപ്പോൾ വേറൊരു അതിനോട് കണക്ട് ചെയ്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കോളേജിലാണെങ്കിൽ ഇപ്പോൾ ഒരു സാറ് നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് വർക്ക് തന്നെന്ന് വിചാരിക്കും. ആ ഒരു സാറ് തരുന്ന സമയം ഇപ്പോൾ നാളെ വൈകിട്ട്, അതായത് ഇന്നാണ് തരുന്നത്, നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പ് ആ അസൈൻമെൻറ്റ് ചെയ്ത് എൻ്റെ ടേബിളിൽ നിങ്ങൾ വെച്ചിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി ഈ കേട്ട ഉടനെ അസൈൻമെൻ്റ് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് പിറ്റേ ദിവസം, അതായത് നാളെ എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ ദിവസം 5 മണിയാവാൻ നിൽക്കാതെ കാലത്ത് തന്നെ സാറിൻ്റെ ടേബിളിൽ കൊണ്ടുപോയി അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തെങ്കിൽ ആ സാറിൻ്റെ ഒരു സന്തോഷം എന്തായിരിക്കും? അപ്പോൾ അതുപോലെ തന്നെ ആണ് നമ്മൾ ഓരോ കാര്യങ്ങളും സമയത്തിന് മുമ്പേ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും വേഗം നമ്മൾ ചെയ്തു തീർക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയ്ക്ക് സ്വർഗത്തിലെ അവിടെ പിതാവായ ദൈവത്തിന് ഈശോയ്ക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ വളരെ പാടായിരുന്നു. അതായത് നമ്മൾ സമയത്തിന് മുമ്പേ ഓടിപ്പോകണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി ഓവർടേക്ക് ചെയ്ത് പോകണം എന്നല്ല പറയുന്നത്. ഈ എഫേസോസ് 5:16 ഇങ്ങനെ ഒരു വചനമുണ്ട്. ആ വചനപ്രകാരമാണ് പറയുന്നത്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. അതായത് സമയം കളയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാപം നമ്മുടെ സമയം കളയും. അതായത് നമ്മൾ ദൈവഹിതപ്രകാരം പോകുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരിക്കലും ഉള്ളതല്ല പാപം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവഹിതപ്രകാരം പോകുമ്പോൾ ശരിക്കും പാപം ചെയ്യുന്നത് വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ പതുക്കെ സ്ലോ ആക്കും. അപ്പോൾ ആ പാപം ഉപേക്ഷിക്കുക എന്നതിനേക്കാൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഫോക്കസ് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈ ജോലികളെല്ലാം വേഗം പൂർത്തിയാക്കിക്കൊണ്ട് പോകുമ്പോൾ, എന്നിട്ട് ഈശോയുടെ പക്കൽ എത്തിച്ചേരുന്നതിന്, ഈശോയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും വേഗം ചെയ്തു പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമായിട്ട് നല്ലൊരു ഒരു ആത്മീയ ആനന്ദത്തോടു കൂടി ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. സുഭാഷിതങ്ങൾ 28:18 വചനം പറയുന്നുണ്ട്, ധർമ്മമാർഗത്തിൽ ശരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും, ദുർമാർഗത്തിൽ ശരിക്കുന്നവൻ കുഴിയിൽ വീഴും. അതായത് നമ്മൾ ഈശോയുടെ പദ്ധതി പ്രകാരമാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നിലേക്കും ഫോക്കസ് കൊടുക്കില്ല. ആ ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് വേഗം ചെയ്തു പോകാനായിട്ട് നമ്മൾ നോക്കുകയുള്ളൂ. അപ്പോൾ പാപത്തിൽ വീഴാനുള്ള സാധ്യതകളും വളരെ കുറവാണ്. അപ്പോൾ ഞാൻ വീട്ടിലായിരിക്കുന്ന സമയത്തൊക്കെ ശരിക്കും ഇപ്പോൾ ഓരോ കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വീട് അടിച്ചു തുടങ്ങണം, ഇപ്പോൾ ഒരു ചെറിയ തോതിലൊരു 2 നില വീടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ എല്ലാ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വീട് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിക്കും, ഇത് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ എത്ര നേരമാകുമെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കും. എന്നിട്ട് മാത്രമല്ല, പഠിക്കാനുള്ള സമയം പ്രാർത്ഥിക്കാനുള്ള സമയമൊക്കെ കുറേ പോവില്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഒരു അനുസരണത്തിൻ്റെ കീഴിൽ അവിടെ പണികളെല്ലാം ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ കുറേ സമയം എടുത്തിട്ട് എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ, ഇത് എനിക്കൊന്നും അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ തന്നെ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്യേണ്ട സമയത്തിന് ഇരട്ടി സമയം എടുക്കുന്ന പോലെയാവും, അതങ്ങനെ വരികയും ചെയ്യും. പക്ഷേ നമ്മൾ ഈശോയോടുള്ള ഒരു സ്നേഹത്തെ പ്രതി ഓക്കെ ഈ ജോലി എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങനെ വിചാരിക്കാനായിട്ടുള്ളൊരു എന്താ പറയുക ആത്മീയമായൊരു വളർച്ചയൊന്നും അപ്പോൾ ഇല്ലായിരുന്നു. ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്, കർത്താവ് സഹായിച്ച്. അപ്പോൾ അങ്ങനെ ഓരോ ചിന്തകൾ വന്നിട്ട് ആ ഏൽപ്പിക്കുന്ന ജോലികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ചെയ്യാതെ ഇങ്ങനെ ഓർത്ത് പതുക്കെയാവും എനിക്ക് പറ്റില്ല എന്നെല്ലാം വിചാരിച്ച് പതുക്കെ ചെയ്ത് ഒരുപാട് സമയമെടുത്ത് തന്നെ തീർക്കാൻ പറ്റുള്ളൂ. പക്ഷേ സെമിനാരിയിൽ വന്നതിന് ശേഷം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ടേബിൾ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ എന്തായാലും നമ്മുടെ പ്രാർത്ഥനകൾ നടക്കണം, ബാക്കി പഠനങ്ങൾ നടക്കണം, ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ടൈം ടേബിൾ അനുസരിച്ച് പോവും വേണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഹൗസിൻ്റെ ക്ലീനിങ്ങുകളോ അല്ലെങ്കിൽ മറ്റു വല്ല വർക്കുകളെല്ലാം വന്നു കഴിഞ്ഞാൽ ചെയ്ത് തീർത്തേ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ഒരു പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്ത് പോവും, പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളും ബാക്കി കാര്യങ്ങളെല്ലാം നടക്കാതെ പോവും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ സമയത്തിന് മുമ്പേ തീർക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വരാനായിട്ട് തുടങ്ങി. ആ സെമിനാരിയിൽ വന്ന് പ്രത്യേകിച്ച് ഡിഗ്രി പഠിക്കണ സമയത്തെല്ലാം ആയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഈശോയോട് ചോദിച്ചു, ശരി ഞാനിങ്ങനെ ചെയ്യാം, പക്ഷേ ഇത് എങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക സമയത്തിന് മുമ്പേ എനിക്കിതെല്ലാം പൂർത്തിയാക്കാൻ ഒരു പക്ഷേ പറ്റുമായിരിക്കാം, പക്ഷേ നല്ല വൃത്തിയിൽ ചെയ്യാനൊക്കെ ആയിട്ട് എനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്ത് പോകുമ്പോൾ എനിക്കിതെല്ലാം നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്രലോഭനം ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചങ്ങനാശ്ശേരിയിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വചനം എടുത്തപ്പോൾ എനിക്ക് ഒരു വചനം ഈശോ തന്നത്. അതാണ് ഈ പ്രഭാഷകൻ 51:30. എങ്ങനെയാണ് വചനം പറയുന്നത്? നിശ്ചിത സമയത്തിന് മുമ്പേ ജോലി പൂർത്തിയാക്കുവിൻ, യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അപ്പോൾ സമയത്തിന് മുമ്പേ നിങ്ങളുടെ ഏത് ജോലിയാണെങ്കിലും, ഇപ്പോൾ ആത്മീയമായ കാര്യങ്ങളാണെങ്കിലും ശുശ്രൂഷകളാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിയിലെ കാര്യങ്ങളാണെങ്കിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ പഠിക്കുന്ന സമയമാണെങ്കിലും ഓരോന്നും ആ അലോട്ട് ചെയ്തിരിക്കുന്ന സമയത്തിന് മുമ്പേ തീർത്ത് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ വെച്ചും അതുപോലെ തന്നെ യഥാകാലം അതായത് വരാൻ പോകുന്ന ലോകത്തിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് കർത്താവ് അതിന് പ്രതിഫലം നൽകുന്നതാണ് വചനം പറയുന്നത്. അപ്പോൾ ശരിയാണ്, ഓക്കെ ഇങ്ങനെയാണ്. എൻ്റെ ചോദ്യം അതല്ലായിരുന്നു, അതായത് സമയത്തിന് മുമ്പേ ഞാൻ തീർത്താലും ഇതെല്ലാം നന്നായി ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈശോ വേറൊരു വചനം തന്നത്. ആ വചനം എങ്ങനെയാണ്? പ്രഭാഷകൻ 33:23 ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠത കൈവരിക്കുക, കീർത്തിക്ക് കളങ്കം വരുത്തരുത്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ശ്രേഷ്ഠത കൈവരിക്കാനായിട്ട് ഈശോ പറയാണ്. അപ്പോൾ അങ്ങനെ ഒരു വചനമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സമയത്തിന് മുമ്പേ ഇപ്പോൾ ഈ സെമിനാരിയിൽ വന്നതിന് ശേഷം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പ്രഭാഷകൻ 51:30 സമയത്തിന് മുമ്പേ തീരണം, മാത്രമല്ല ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠത കൈവരിക്കണം, അതായത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റുകയും വേണം. ഈ 2 വചനങ്ങൾ അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ ഓരോ വർക്കിന് ഇറങ്ങുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ പഠിക്കാതിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അത്ഭുതകരമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിന് മുമ്പേ ഇപ്പോൾ ഒരു മണിക്കൂറാണ് ഇപ്പോൾ ഒരു വർക്ക് ചെയ്യാനായിട്ട് സമയം തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പുറത്തത്തെ വല്ല വർക്കാണ് ക്ലീനിങ്ങുകളാണെന്നുണ്ടെങ്കിൽ ഈ വചനം വെച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് എന്തായാലും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മുമ്പെങ്കിലും അത് തീർന്നിരിക്കും. കർത്താവ് സഹായിച്ച് തീർത്തിരിക്കും. മാത്രമല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ഈശോ സഹായിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ആ ബാക്കി വരുന്ന സമയം അത് വെറുതെ ഇരുന്ന് ഉറങ്ങിക്കളയാനുള്ളതല്ല, അത് ഈശോയ്ക്ക് വേണ്ടി തന്നെ കൊടുക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കാമെന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യുക. അതായത് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതായത് ഒന്നാമത് നമ്മൾ ശരിക്കും ഈ സമയത്തിന് മുമ്പേ കാര്യങ്ങൾ തീർക്കുമ്പോൾ ആ വചനം കൂടി പാലിക്കുകയാണ്. അതിൽ നിന്നൊരു കൃപ ഈശോ തരും. മാത്രമല്ല അതിൽ നിന്നുള്ള പ്രതിഫലം സ്വർഗത്തിലും അതുപോലെ തന്നെ ഈ ഭൂമിയിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മാത്രമല്ല ബാക്കി വരുന്ന സമയം ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് കൂടുതൽ ഈശോയുടെ അടുക്കിലേക്ക് പോകാനായിട്ട് അതുപോലെ തന്നെ ദൈവിക കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ അല്ലെങ്കിൽ ഈശോയെ പറ്റി അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ശീലം വഴി നമുക്ക് വലിയ ദൈവാനുഗ്രഹങ്ങൾ ഈശോ തുറന്നു തരും. ഇപ്പോൾ ജോലിയിലായിരിക്കുന്നവർ, അതായത് ഇപ്പോൾ ഓഫീസ് ജോലി വല്ലതും ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരാവാം, ഇപ്പോൾ ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരാവാം, പഠിപ്പിക്കുന്നവർ, അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടമ്മമാരായിരിക്കാം. നിങ്ങൾ എന്തൊക്കെ ജോലിയിലാണോ ഏർപ്പെടുന്നത് ആ ജോലികളെല്ലാം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാമല്ലോ ഏകദേശം സമയം ഇതിന് വേണം എന്നുള്ളത്. ആ സമയം വെച്ചിട്ട് അതിന് മുമ്പേ തന്നെ ചെയ്തു തീർത്ത് ബാക്കി സമയം വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഇപ്പോൾ ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈശോയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും എന്ന് മാത്രമല്ല കൂടുതൽ ഈശോയുടെ ആ വിശുദ്ധിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തെ ആ പദ്ധതി സമയത്തിന് മുമ്പേ തീർക്കുന്നത് വഴി ശരിക്കും മൊത്തത്തിലുള്ള ദൈവിക പദ്ധതി ഉണ്ടല്ലോ, സമയത്തിന് മുമ്പേ പോവും എന്നതിനേക്കാൾ ഞാൻ പറയുന്നത് ആ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ബ്ലോക്കുകൾ കൂടാതെ പാപങ്ങൾ ഫോക്കസ് പോവാതെ ഈശോയുടെ ആ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ മാത്രം കൂടുതൽ തീഷ്ണതയോടെ ഫോക്കസ് കൊടുത്ത് നമ്മൾ പോകുമ്പോൾ കൂടുതൽ തീഷ്ണതയോടെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈശോയെ കൂടുതൽ മഹത്വപ്പെടുത്തുവാനും ഈശോയെ കൂടുതൽ സന്തോഷിപ്പിച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ എത്തിച്ചേരാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും ഈശോ സഹായിക്കും. അതിനായിട്ട് ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.